അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ മക്കൾക്ക് സുഖമാണ്. നമ്മുടെ ശംഖുമുഖം ബീച്ചിൽ വാപ്പയും മക്കളും പോകണുണ്ട്. അപ്പോൾ ബീച്ച് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വന്ന കാര്യങ്ങളെല്ലാം അൽഹംദുലില്ലാ റാഹത്തായി. എന്തും നമ്മൾ ചെയ്യാൻ തീരുമാനിച്ച് മടിച്ച് നിന്ന്. പക്ഷേ ഇനി നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. ഇത് കണ്ട മക്കളെ, പാഴ്ക്കുപ്പിയിൽ നിന്ന് കിളിയ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പാഴ്ക്കുപ്പിയാണ്, കുപ്പിയിൽ നിന്ന് കിളിയ ഉണ്ടാക്കി വെച്ചേക്കാണ്. മക്കളെ സന്തോഷം കണ്ട ഒരു സങ്കടമല്ല സന്തോഷിക്കുമ്പോഴും. എൻ്റെ മസ്റുമോളില്ലല്ലോ എന്ന്. അത് പ്ലാസ്റ്റിക് കുപ്പികളിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കളറ് ചെയ്ത് ഇത് നമ്മൾ ആറ്റിങ്ങിലും വെച്ചിട്ടുണ്ട്. ഇതേപോലെ കടൽക്ഷോഭം ഉള്ളത് കൊണ്ട് ജാഗ്രത, ഡേഞ്ചർ, അപകടം. ബോട്ടൊക്കെ ഒതുക്കിയിട്ടേക്കുന്നത്. അവിടുത്തെ ഹെലികോപ്റ്ററാണ് അവർ പറയണത്. മുസ്താഖ് നമ്മളെ കൂടെ നടന്നോളും. മിസല് മോനാണ് കുറച്ച് പാട് നോക്കാനായിട്ട്. അവന് ഇതൊക്കെയാണ് ഇഷ്ടം, കാണാനും എടുക്കാനും ഒക്കെ. ഹെലികോപ്റ്ററിൽ കയറാനൊന്നും പറ്റൂല. അതില് അടുത്ത് പോയി കാണാം. കൊച്ചുങ്ങളെ സന്തോഷമല്ലേ. അവളുണ്ടാവേണ്ടായിരുന്നു. മസ്റുമോൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പടച്ചോനെ, ഇവരെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. എങ്ങനെയായാലും അവളെ കൽബൊന്നും തേങ്ങും. കാരണം എന്ന് വെച്ചാൽ അവൾക്ക് ഇതൊക്കെ കാണാനും എടുക്കാനും നമ്മളുടെ യാത്ര ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള മോളാണ്. കാരണം ചെറുപ്പകാലത്ത് അതിനൊരു ഭാഗ്യം കിട്ടിയില്ല. അതിന് ഭാഗ്യം വന്നപ്പോൾ എല്ലാം തട്ടിക്കളഞ്ഞു. അവളെ ഓർക്കുമ്പോൾ മാത്രമേ ഉള്ളൂ സന്തോഷിക്കുമ്പോഴും ഉള്ളൊരു തേങ്ങലാണ്. കൊച്ചില്ലാത്തോണ്ടേ യവന്മാർക്കൊപ്പം സഹോദരങ്ങളെ പോലും തമ്മിൽ പിരിച്ചു കളഞ്ഞില്ലേ. ഇവന്മാർക്കൊപ്പം കൂടെ നടക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യേണ്ടിയുള്ള മോളാണ്. നമ്മൾ ഒരു മോന് വേർതിരിവില്ലാതെ വളർത്തിയ മക്കളാണ്. എനിക്ക് അതിന് മാത്രം മത്സ്യകന്യകല്ലേ കണ്ടാക്കളെ. ഇപ്പൊ റബ്ബർ വിളയെ കിടക്കാരുത് കുഴിയിലെ പാലെടുപ്പും കാര്യങ്ങളുമായിട്ടേ. ഇന്ന് മക്കൾക്ക് അതിനൊരു ഭാഗ്യം. നമ്മളെയൊന്നും നമ്മളെ വാപ്പ ചെറുപ്പകാലത്തേക്കും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഗൾഫും കാര്യങ്ങളും ഒക്കെ അല്ലായിരുന്നു. അത് നമ്മളെ മക്കളെല്ലാം കാണട്ടെ. ഇത് യഥാർത്ഥ ഹെലികോപ്റ്ററാണ് ആണ്. അവന്മാര് ഭയങ്കര ഹാപ്പിയിലാണ് അല്ലേ. ഇന്നലെ പറഞ്ഞേട്ടാ നമ്മളെ പാവം മസ്റൂറ അല്ലേ. പാപ്പച്ചി അമ്മക്ക് മസ്റൂറായ വേണം അവര് പറഞ്ഞേട്ടാ. എൻ്റെ മോള് ഈ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അമ്മച്ചിയും പാപ്പച്ചി ഒരിക്കലും മോളെ തള്ളിക്കളയൂല. നമുക്ക് എന്ന് വേണമെങ്കിലും വരാം. നല്ലോണം പഠിപ്പിക്കുന്നില്ല. നമ്മൾ ഒരു നോട്ടം കൊണ്ടുപോലും നിന്നെ നോക്കിക്കൂല. അത്രേ ഉള്ളൂ. മരിച്ചാൽ എൻ്റെ തീരാ ദുഃഖമാണ്. ഭാരതീയ വായുസേന ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ട. ഡോണ്ട് ടച്ച് എന്ന് എഴുതിയിരിക്കുന്നുണ്ടാ. തൊട്ടൂടാ. ഇത് നമുക്ക് കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഓരോ സംശയങ്ങളൊക്കെ മിസലുമോയി വാപ്പിച്ചി എടുത്ത് ചോദിക്കുക. അതെന്തൊരു വാപ്പ, ഇതെന്ത് വാപ്പ എന്നൊക്കെ. ഇതിനകത്ത് ഇത് ഒറിജിനലാണെന്ന് തോന്നുന്നു. അതാണ്. ഇനി അവരെല്ലാത്തിൽ പറഞ്ഞു കൊടുക്കി.
ആ ചിറക് എന്താ കറ അതൊക്കെ ഒറിജിനലാട്ടാ. ആ കറങ്ങുന്നേ കയറ്റി ഇരുത്തിക്ക. അതൊക്കെ ഒറിജിനലാട്ടാ. ഇതെല്ലാം കറങ്ങും. ആ ഇന്ത്യൻ എയർഫോഴ്സ് ഇതുണ്ട്. അവിടെയൊക്കെ വിശ്രമിക്കുന്നുണ്ട് ആൾക്കാർ. നല്ല രസമുണ്ട്. നമ്മൾ എത്ര സമ്പാദിച്ചാലും നമ്മുടെ കടബാധ്യതയും കാര്യങ്ങളൊന്നും ഒരിക്കലും തീരൂല. തീരുന്നതൊക്കെ തീരും. നമ്മളെ മക്കളെ സന്തോഷം. ചെറുപ്പകാലത്ത് അവർ പറയൂല വാപ്പച്ചി ഉമ്മച്ചി എല്ലായിടവും കൊണ്ട് കാണിച്ചു തന്നത്. ഒന്നാമത്തെ കാര്യം നമ്മളെ കല്ലമ്പലത്തും ആറ്റിങ്ങിലൊന്നും ഒരു പാർക്ക് പോലും ഇല്ല അല്ലേ? ശരി, ഞാൻ അങ്ങോട്ട് വിളിക്കാം. മത്സ്യകന്യക അല്ലേ? നോക്കി വരെ പാറക്കല്ലൊക്കെ ഉണ്ട് ഇവിടെ. ആ അമ്മച്ചിയെ ഇനി നാളെ യൂട്യൂബിലൊരു കണ്ടന്റ് ആവും. അമ്മച്ചിയെ പോലത്തെ ഒരു പെണ്ണെന്ന്. അവന് പെണ്ണെന്ന് ബോധ്യായി. ഇതാണ് മത്സ്യകന്യക. ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കളിപ്പാട്ടം ഒക്കെ ആ സൈഡിലാണ്. ഇവന്മാരെന്താണ് ബഹളം വയ്ക്കാതെ നിൽക്കണേന്നാ? വയറൊക്കെ നിറച്ച് ഫുഡ് കഴിച്ചുകൊണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ വാപ്പച്ചി അത് വേണം, വാപ്പ ഇത് വേണം. പിന്നെ മക്കൾ പറയുമ്പോൾ പേടിച്ചു കൊടുക്കാതിരിക്കാനും പറ്റൂല. സ്കൂളൊക്കെ നിർത്തിയെന്ന് തോന്നുന്നു. അസുഖക്കാരനായിരുന്നു. ഇപ്പൊ ഓടുന്ന ഓട്ടം നോക്കിയാണ് പുതിയ അണപ്പല്ല് വരുന്നു. രാവിലെ അവിടെ വേദന, ഇവിടെ വേദന. നമ്മൾ സമാധാനം സ്കൂളിൽ നിന്ന് വിളിച്ചാൽ നമുക്ക് തിരിച്ചോടി എത്തൂല. അതുകൊണ്ടാണ് നിങ്ങൾ ഫുള്ള് കാണാം. അതിന് തന്നെ നിർത്തിയിരിക്കുന്നത്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ നമുക്ക് ഇതൊന്നും നമുക്ക് പിച്ചിക്കൂടാ. എൻ്റെ വാപ്പച്ചി മക്കളെ ഫോട്ടോ എടുക്കുന്നു. മുഷ്താഖിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ടേ. വാപ്പച്ചി മക്കളെ ഫോട്ടോ എടുക്കുന്നു. പിന്നെ ഇപ്പം അധികം മുഷ്താഖ് മോൻ കളിപ്പാട്ടത്തിനൊന്നും കരയൂല കേട്ടാ. കാരണം നല്ല മോനാണ്. ഇപ്പം എല്ലാം മനസ്സിലായി. ഞങ്ങളെല്ലാരും കൂടെ അടിക്കും. കാണാൻ പോലും വയ്യ. വെട്ടം പിന്നെ കാണാൻ കിട്ടുന്നില്ല. ഒരുപാട് സാധനങ്ങളും പൊരിപ്പുകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അവർ മിക്കവാറും അതൊന്നും മേടിക്കാൻ ഇനി പറയൂല. ബോട്ടിലൊക്കെ കണ്ടേക്കാ. ബോട്ടിൽ അപ്പം ഇത്രയുള്ള മക്കളെ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് അതാ നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞ് തിരിക്കും. ഞാനും ഇക്കായും മക്കളും. മിസലുമോ തളർന്നത് അവിടെ ഇരിപ്പായി. അസ്സലാമു അലൈക്കും.